നമസ്കാരം, ഞാൻ ഡോക്ടർ വിനായക് റാം, കൺസൾട്ടൻറ്റ് സർജൻ അറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു ടോപ്പിക്കാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയും. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം വന്നിട്ട് നമുക്ക് ലേഡീസ് ആൻഡ് ജെൻസ് രണ്ടുപേർക്കും ഈക്വലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ലേഡീസിന് മാത്രമല്ല ജെൻസിന് മാത്രമോ തന്നെ രോഗമല്ല. ഇത് ഓക്കുപേഷണൽ ഡിസീസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ജോലി സംബന്ധിച്ചോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. മിക്കവാറും ഇത് ഒരുപാട് സമയം നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ വരുന്നത്. നിൽക്കുന്ന ആൾക്കാരെന്ന് ഞാൻ പറയുമ്പോൾ പ്രൊഫഷൻ വൈസ് ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസായിട്ടോ കാലത്തോട്ട് വൈകിട്ട് വരെ നിൽക്കുന്നവർക്കാണ് ഇത് മിക്കവാറും വന്നത്. അതല്ലാതെ ലേഡീസിന് വന്ന് പ്രഗ്നൻസി ടൈമിൽ മിക്കവാറും എല്ലാവർക്കും വെരിക്കോസ് വെയിൻ ഉണ്ടാവും. അതിലൊരു 30% 30% ആൾക്കാർക്ക് അത് രോഗമായിട്ട് കൺവേർട്ട് ആവും. ബാക്കി 70% ആൾക്കാർക്ക് അത് നോർമലായിട്ട് റിട്ടേൺ ആവും. അത് വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ കാലുകളിൽ വന്ന് ഞരമ്പുകൾ തടിച്ചാണ് ആൾക്കാർ ആദ്യം ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ വന്നിട്ട് ചിലവർ വിചാരിക്കും അത് ഞരമ്പിൻ്റെ ഇതാണ്. പക്ഷേ ഞരമ്പല്ലാതെ വെയിൻ എന്ന് പറയും. വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ നിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ വല്ല ബ്ലോക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ വല്ല ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ ഈ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് എത്താണ്ട് അത് കാലിൽ തന്നെ സ്റ്റാഗ്നേറ്റ് ആവണമാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംറ്റംസ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ആദ്യം കാണുന്നത് ഈ ഞരമ്പ് തടിച്ചിട്ടാണ് ആദ്യം കാണുന്നത്. രണ്ടാമത്തെ വന്നിട്ട് കാലിൽ ചൊറിച്ചിലുണ്ടാവും, പാദത്തിന് ചുറ്റിലും ചൊറിച്ചിലുണ്ടാവും. മൂന്നാമത്തെ വന്നിട്ട് അവർക്ക് നീര് വരും. ഒരുപാട് സമയം 2-3 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുമ്പോൾ പാദത്തിന് ചുറ്റിലും നീരുണ്ടാവും. അതല്ലാണ്ട് വന്നിട്ട് ഈ സ്റ്റേജൊക്കെ ഇഗ്നോർ ചെയ്ത് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ടില്ലെങ്കിലോ അടുത്ത സ്റ്റേജായിട്ട് വരുന്നത് കാലിൻ്റെ ഈ ചൊറിച്ചിലുകൊണ്ട് മുറിവുണ്ടാവും. ആ മുറിവ് പിന്നെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ മുറിവിന് വേദന ആയി തുടങ്ങും. പിന്നെ ആ മുറിവിൻ്റെ സൈസ് പതുക്കെ കൂടി പതുക്കെ കാലിൻ്റെ കളർ മാറാൻ തുടങ്ങും. കളർ മാറുമ്പോൾ പാദത്തിന് ചുറ്റിനും കറുത്ത് കളർ മാറി തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഞാൻ പറയുന്ന ഈ സിംറ്റംസ് കാണുന്ന ആൾക്കാർ വന്ന് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വെരിക്കോസ് വെയിൻ സർജനെ പോയി ആദ്യം കാണിട്ട് നമ്മൾ എല്ലാ വെരിക്കോസ് വെയിനും വന്നിട്ട് മുട്ടിൻ്റെ താഴത്തെ ഭാഗം മാത്രമാണ് പേഷ്യൻ്റായ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആക്ച്വലി വെരിക്കോസ് വെയിൻ തുടങ്ങുന്നത് കാലിൻ്റെ തുടക്കം തൊട്ട് പാദം വരെയുള്ള ഭാഗങ്ങളിലാണ് വെരിക്കോസ് വെയിൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീനസ് ഡോപ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കാൻ ഉണ്ട്. ആ സ്കാൻ എല്ലാ വെരിക്കോസ് വെയിനും പേഷ്യൻ്റ് എടുക്കണം. അത് എടുത്തിട്ട് ആ റിപ്പോർട്ടിൽ നമുക്ക് ഈ വെയിൻ്റെ സൈസ് എത്രയാണ്, ഇല്ല എത്ര വാൽവ്സ് ആണ് വീക്കാണ് എന്ന് ഡീറ്റെയിൽസ് നമുക്ക് ആ സ്കാനിൽ കൂടി അറിയാൻ പറ്റും. ആ സ്കാൻ എടുത്തതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഇപ്പോൾ നമുക്ക് വെരിക്കോസ് വെയിന് ഗ്രേഡിംഗ് ആണ്. 1 തൊട്ട് 6 വരെയുള്ള ഗ്രേഡിംഗ് ആണ്. 5, 6 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. അപ്പോൾ ആ സ്റ്റേജുകളിൽ നമുക്ക് വെരിക്കോസ് വെയിന് ട്രീറ്റ്മെൻറ്റ് 2 ഓപ്ഷനാണ്. ഒരു കാര്യം വെരിക്കോസ് വെയിന് മരുന്ന് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല. നമുക്ക് ഓപ്ഷൻ ഉള്ളത് സർജിക്കൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സർജിക്കൽ ഓപ്ഷനിൽ നമുക്ക് വന്നിട്ട് പണ്ട് നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ സർജറി ആയിരുന്നു. ഇപ്പോൾ നമുക്ക് റീസെൻറ്റ് അഡ്വാൻസസ് ഒക്കെ വന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നത് മിനിമൽ ആക്സസ് വെരിക്കോസ് വെയിൻ സർജറിയാണ്. RFA എന്ന് പറയും, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയും. അപ്പോൾ ചെറിയ ഒരു താക്കോൽ ദ്വാരം കൊണ്ട് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കി അത് കൂടിയാണ് നമ്മൾ ഈ വെയിനെ കത്തിച്ച് കളയുക. നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വെച്ച് കത്തിച്ച് കളയുക. നമുക്ക് ഈ ഓപ്ഷൻസ് രണ്ടുണ്ട്. ഒന്ന് നമുക്ക് ഓപ്പൺ സർജറി അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോൾ, എന്ന് വെച്ചാൽ ചിലവർ ഇത് 15-20 കൊല്ലം ആരെടുത്തും കാണിക്കാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര അഡ്വാൻസ് സ്റ്റേജ് ആയിരിക്കും വെരിക്കോസ് വെയിൻ. അങ്ങനത്തെ ആൾക്കാർക്ക് വന്നിട്ട് ഓപ്പൺ സർജറി നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ കാലുകളിൽ കയറി ഈ വെയിൻ നമ്മൾ അത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്ത് എടുക്കുക. പക്ഷേ ഇപ്പം നേരത്തെ കാണുവാണെങ്കിൽ നമുക്ക് ഈ മിനിമൽ ആക്സസ് റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കാല് മാത്രം മരവിപ്പിച്ചിട്ട് ഒരു ചെറിയ താക്കോൽ ദ്വാരം വെച്ചിട്ട് ഒരു വയർ പോലത്തെ ഒരു സാധനം അകത്തേക്ക് കയറ്റി നമുക്ക് ഈ വെയിൻ കംപ്ലീറ്റ് കത്തിച്ച് കളയാം. ഈ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡേ കെയർ സർജറിയാണ്. എന്ന് വെച്ചാൽ കാലത്തെ ഇപ്പോൾ ഒരു ഓപ്പൺ സർജറി ആകുമ്പോൾ ഒരു പേഷ്യൻ്റ് 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അതിനുശേഷം ഒരാഴ്ച റെസ്റ്റ് വേണ്ടി വരും. പക്ഷേ ഈ മിനിമൽ ആക്സസ് സർജറി RFAയിൽ വന്നിട്ട് പേഷ്യൻ്റ് അന്ന് രാവിലെ വരാം, അന്ന് സർജറി കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ ഡിസ്ചാർജ് ആവാം, അടുത്ത ദിവസം ജോലിക്കും കയറാം. അപ്പോൾ ഒരുപാട് റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ കാലിൽ ഒരു സ്റ്റിച്ചോ മാർക്കോ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്ത ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും ഉണ്ടാവില്ല. അതാണ് ഈ മിനിമൽ ആക്സസ് സർജറിയുടെ ഇത് ഇഗ്നോർ ചെയ്തെങ്കിൽ, ഈ വെരിക്കോസ് വെയിൻ ഇഗ്നോർ ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞ ഈ നീര് പതുക്കെ കൂടി പിന്നെ കാലിൻ്റെ കളർ മാറി ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കാല് നിലത്ത് കുത്താൻ
കാല് നിലത്ത് കുത്താൻ പറ്റാണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആവും. അപ്പോൾ അതുകൊണ്ട് എത്രയും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമായിരിക്കും ഇതിനൊരു ഐഡിയൽ സൊല്യൂഷൻ. ഇനി പറഞ്ഞാൽ ഇത് ഒരു പേടിക്കേണ്ട രോഗമല്ല. ഈ വെരിക്കോസ് കൊണ്ട് ചിലവർ ചോദിക്കാറുണ്ട് വെരിക്കോസ് കൊണ്ട് ക്യാൻസർ വരുമോ എന്നൊക്കെ. വെരിക്കോസിനും ക്യാൻസറിനും ഒരു ബന്ധവും ഇല്ല. പക്ഷേ വെരിക്കോസ് ഇഗ്നോർ ചെയ്തെങ്കിൽ അതിനുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ കാല് നിലത്ത് കുത്താനും പറ്റില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആവും. ഞാൻ വെരിക്കോസ് വെയിൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കാം.